എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ആത്മഹത്യയും മറ്റു പീഡനകഥകളുമാണ്. നമുക്കറിയാം, നമ്മുടെ പത്രങ്ങളെടുത്താൽ ഏതെങ്കിലും ഒരു വാർത്ത സ്ത്രീയുടെ പീഡനത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും വായിക്കാൻ കിട്ടുന്ന വാർത്തകൾ. ഇതിൻ്റെ പ്രധാന കാരണം സ്ത്രീകൾ തന്നെയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലും മറ്റേതെങ്കിലും രീതിയിൽ കൂടി ഒരു പരിചയപ്പെടൽ നടത്തിക്കഴിഞ്ഞാൽ അത് പ്രതീക്ഷിച്ചതിലും വേഗം, അതായത് ഒരു ഫൈറ്റർ ജെറ്റിനേക്കാളും വേഗത്തിൽ ഇവരുടെ ബന്ധങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ഇവർ പരസ്പരം കാണുകയും ശാരീരികമായ ബന്ധങ്ങൾക്ക് വളരെ വേഗം തന്നെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഈ സ്ത്രീകൾ, ഈ കുട്ടികൾ അറിയുന്നില്ല അവരുടെ വിർജിനിറ്റിയാണ് നഷ്ടപ്പെടുന്നതെന്ന്. പരസ്പരം കാണുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് സ്ത്രീ ഒരു ആവശ്യമാണ്, സ്ത്രീക്ക് പുരുഷനെയും. പക്ഷേ അത് എപ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് പലപ്പോഴും മറന്നു പോകുന്നു. ഒരു സമയം പോലും എടുക്കാതെ, ശരിക്കൊരു ദീർഘവീക്ഷണം ചെയ്യാതെ, ശരിക്കും പരസ്പരം മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും ഒരു പരിചയം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് തോന്നും. വല്ലാത്ത സന്തോഷത്തിൽ അവരെല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ സ്ത്രീ ഇഷ്ടപ്പെട്ട പുരുഷനോട് പറയും, നമുക്ക് വിവാഹം കഴിക്കാം, നമുക്ക് വിവാഹിതരാകാം. ഇതൊക്കെ മുമ്പേ പറഞ്ഞിരിക്കും. ഒരു വിവാഹം കഴിക്കും എന്നുള്ള ആ മോഹന വാഗ്ദാനത്തിൽ തന്നെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. എന്നാൽ അപ്പോൾ മനസാക്ഷി ഇല്ലാത്തവൻ പറയുന്നത്, അവർ പറയും, നോക്കിയൊക്കെ കുഴപ്പമില്ല, എനിക്ക് ശകലം സമയം വേണം, ഞാൻ പേരൻസിനോട് ആലോചിക്കട്ടെ, ഇങ്ങനെയുള്ള ചെറിയ ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും അപ്പോഴും ഈ സ്ത്രീകൾ വിശ്വസിക്കും. അപ്പോഴും ഈ സ്ത്രീയെ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഒരു പരിധി കഴിയുമ്പോൾ ഈ സ്ത്രീകൾ ഒന്ന് ഉറപ്പിച്ച് പറയും, എനിക്ക് വിവാഹം കഴിക്കണം, ഇങ്ങനെയുള്ള ആ ഒരു നമ്മുടെ ജീവിതശൈലി അത്ര അഭികാമ്യമല്ല എന്നൊക്കെ പറഞ്ഞു കുറച്ച് ഹാർഡാകുമ്പോൾ പിന്നെയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം വരുന്നത്. അതിൽ മനസാക്ഷിയുള്ള ഒരു പുരുഷനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഇഷ്ടപ്പെട്ട സ്ത്രീയെ വഞ്ചിക്കില്ല. എന്നാൽ ഇതിൻ്റെ ചാൻസ് വളരെ പരിമിതമാണ്. കാരണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ അവർ ആദ്യം അവരുടെ ശാരീരിക ബന്ധങ്ങൾക്കായിരിക്കില്ല മുൻതൂക്കം കൊടുക്കുക. അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് അവരുടെ ലൈഫ് പ്ലാൻ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും. പേരൻസുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ, പേരൻസുമായി സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ബന്ധപ്പെട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, വിവാഹത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പേരൻസിനോട് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പേരൻസ് അത് എഗ്രി ചെയ്യാതിരിക്കില്ല. ഈ തടസ്സങ്ങൾ പറഞ്ഞാലും അത് ഇവരുടെ പ്രസൻറ്റേഷനെ ബേസ് ചെയ്തായിരിക്കും. ഇത് സ്ത്രീക്കും പുരുഷനും ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെല്ലാം അവഗണിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല,
നമ്മൾ എടുക്കുന്ന തീരുമാനം തന്നെയാണ് ശരിയായ തീരുമാനം. കുറച്ച് നാൾ അടിച്ചു പൊളിച്ച് ജീവിക്കാം, അത് കഴിച്ചെന്ന് വിവാഹം കഴിക്കാം, അങ്ങനെയും വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അറ്റ് ദ ലാസ്റ്റ് ഇവൻ ഒരു ശരിക്കും ഈ സ്ത്രീയുടെ ശരീരത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചനാണെങ്കിൽ അവൻ വിവാഹത്തിന് പല ഒഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കും. അപ്പോൾ ചെയ്തത് തെറ്റായിപ്പോയി, വലിയൊരു നഷ്ടമാണ് ഉണ്ടായതെന്നൊരു സ്ത്രീക്ക് തോന്നിക്കഴിഞ്ഞാൽ, മിക്കവാറും സ്ത്രീകൾ ഇവനെ നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ജീവനെ തീർക്കണം. അതായത് ആത്മഹത്യ അവസാനമായി അവർ പ്രയോഗിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഒരു ഭാഗം. അത് നഷ്ടപ്പെടുന്നത് പാവം പോറ്റി വളർത്തി പഠിപ്പിച്ച ആ മാതാപിതാക്കൾക്കായിരിക്കും. ആ സ്വപ്നങ്ങളെല്ലാം തല്ലിത്തകർക്കുകയാണ്. ഇത് ഒരു ഭാഗം. ഇതും ആത്മഹത്യക്ക് കൂടുതൽ വഴിതെളിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ചില വീട്ടുകാർ അപ്രതീക്ഷിതമായ രീതിയിലായിരിക്കും ഈ കുട്ടികളോട് പെരുമാറുക. പുതിയതായി എത്തുന്ന മരുമകളോട് ഒരു ദാക്ഷിണ്യമില്ലാതെ വളരെ ഹാർഡായിട്ട് പെരുമാറി അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങും. എന്നാൽ ഇങ്ങനെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന പെൺകുട്ടികളുടെ പേരൻസ് കഴിവതും ഒരു നിശ്ചിത കാലം വരെയെങ്കിലും ഈ കുട്ടികളുമായി ആ കുട്ടിയുമായി ഒരു നിരന്തര കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതാണ്. ഒരറിവുമില്ലാതെ അപ്രതീക്ഷിതമായി ആ വീട്ടിൽ സന്ദർശിക്കുകയും വേണം. എന്നാൽ കഷ്ടപ്പെട്ട് വിവാഹം കഴിപ്പിച്ചയച്ച പേരൻസിനെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നുള്ള ധാരണയിൽ എന്ത് പീഡനമേറ്റും കഴിയുന്ന പെൺകുട്ടികൾ പല വീടുകളിലുമുണ്ട്. ആ കുട്ടികളോട് പറയുകയാണ്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്ര കണ്ട് പീഡനമേറ്റ് അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ പോരാം, നിങ്ങളുടെ വീട്ടുകാരോട് കാര്യങ്ങൾ പറയുക. നിങ്ങളെ സ്നേഹിക്കാൻ ഇല്ലാത്തൊരു ഭർത്താവിൻ്റെ കൂടെയാണ് ശിഷ്ടകാലമെല്ലാം ജീവിച്ച് നിങ്ങളുടെ ജീവിതം സന്തോഷമാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങളെത്തിയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുക. വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവഹാനി വരെ ഉണ്ടാകും. ഇനി മറ്റൊരു കൂട്ടർ, അത് കാരണങ്ങളില്ലാതെ തന്നെയായിരിക്കും ഈ പീഡനങ്ങൾ. ഒന്നുകിൽ അവരെ കൊണ്ട് അധികമായിട്ടുള്ള വീട്ടുജോലി ചെയ്യിപ്പിക്കുക, ഭർത്താവുമായി പുറത്തിറങ്ങാനോ ഭർത്താവുമായിട്ട് സന്തോഷമായി ഇരിക്കാനോ സമ്മതിക്കാത്ത പല അമ്മായിയമ്മമാരും കാണും. അവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടർ വിവാഹം കഴിച്ച് മാക്സിമം ഉള്ള സൗകര്യങ്ങൾ അവരുടെ സൗകര്യങ്ങളുമായി വിവാഹം കഴിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ ഓരോ സമയത്തും ഓരോരോ ഡിമാൻഡ് വയ്ക്കും. ബിസിനസ് തുടങ്ങണം, എനിക്ക് ക്യാഷ് വേണം, സാമ്പത്തിക സഹായം വേണം. ഇങ്ങനെയൊക്കെ ഈ കുട്ടികളെ വീർപ്പുമുട്ടിക്കുമ്പോൾ അവരും പ്രയാസപ്പെടേണ്ടി വരും. കാരണം വീട്ടിലെ വിഷമങ്ങൾ ഭർത്താവിനേക്കാളും കൂടുതൽ അറിയുന്നത് ആ പെൺകുട്ടിക്കായിരിക്കും. അപ്പോൾ അവർക്കത് ഇവൻ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും സാധീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മറ്റൊരു പീഡനത്തിന് കാരണമാകുന്നു. പക്ഷെ അതും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. സോ ദയവ് ചെയ്ത് കൂടിയ പീഡനങ്ങളേറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥമില്ല. വിവാഹം കഴിഞ്ഞ് എല്ലാം ശരിയുമാകുമെന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുമ്പോഴും പെൺകുട്ടിക്ക് അറിയാം അതിൻ്റെ യഥാർത്ഥം എന്താണ്. അതനുസരിച്ച് ഓരോ പെൺകുട്ടികൾ അവരുടെ ജീവിത ശൈലി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും. ആ ഒരു സ്റ്റേജ് ഉണ്ടാക്കാതിരിക്കുക. അതുമൂലം നിങ്ങളുടെ പേരൻസിനും കുടുംബത്തിനും വരുത്തുന്ന നഷ്ടവും ദുഃഖവും പരാജയവും വളരെ വലുതായിരിക്കും.
സോ സ്ത്രീകൾ ഇനിയെങ്കിലും കുറച്ച് അലേർട്ടായി പുരുഷന്മാരോടുള്ളൊരു പുതിയ ബന്ധം സ്ഥാപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും, ഒപ്പം നിങ്ങളുടെ പേരൻസിന് നിങ്ങളെയും നഷ്ടപ്പെടേണ്ടി വരും. ഇതിന് വളരെ ഗാഢമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്ന സ്ത്രീകൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധങ്ങൾ തുടരേണ്ടത്. ഇങ്ങനെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് തന്നെയായിരിക്കണം പങ്കാളിയെ കണ്ടെത്തേണ്ടത്. ഇതെല്ലാവരും ഒന്ന് ഓർമ്മ വെച്ചാലും വിവരങ്ങൾ സാധിച്ചാൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്താലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.